ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും നമ്മുടെ ശിരസിൽ കമഴ്ത്തി വയ്ക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഈശോയെ ഈ സമയത്ത് ഞങ്ങളിൽ വെളിപ്പെടണമേ, ഞങ്ങളിൽ ശക്തി പ്രാപിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ശാരീരികമായി ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ആ മേഖലകളെ നമ്മൾ സമർപ്പിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ശാരീരിക രോഗപീഠകളുടെ മേൽ അധികാരമുള്ളവനെ അതിശക്തമായ ദൈവകൃപ ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിലൂടെ യേശുവേ നിൻ്റെ അത്ഭുത സാന്നിധ്യം പ്രവഹിക്കട്ടെ. ഞങ്ങളുടെ ശരീരത്തിലെ ശ്വാസനിശ്വാസങ്ങളിലൂടെ യേശുവേ നിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിലും യേശുവേ നിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഞങ്ങളുടെ ശരീരത്തിന്റെ നിയന്ത്രണം യേശുവേ, 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 യേശുവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരത്തിലെ രോഗപീഠകളെ, രോഗം വരുത്തുന്ന രോഗത്തിന്റെ അണുക്കളെ യേശുവേ, യേശുവേ തിരുരക്തത്താലെ കഴുകി സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരത്തിലെ പാരമ്പര്യ രോഗപീഠകളെ, രോഗം വരുത്തുന്ന ദുഃഖങ്ങളെ യേശുവേ തിരുരക്തത്താലെ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും യേശുവേ, യേശുവേ തിരുരക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരല്പസമയം ശിരസിൽ രണ്ട് കരങ്ങൾ ഇങ്ങനെ കമിഴ്ത്തി വെച്ച് ഒന്ന് കണ്ണടച്ചൊന്ന് സ്തുതിച്ച് ശരീരത്തെ പരിശുദ്ധാത്മാവിന് കൊടുക്കുകയാണ്. കർത്താവ്, ഈ ശരീരത്തിലുടനീളം ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ ശരീരത്തിലുടനീളം യേശുവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകളാൽ വലയുന്നവരുണ്ടെങ്കിൽ നിന്റെ രോഗപീഠയുടെ നടുവിലേക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഈ സമയത്ത് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ സമയത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും അല്പം തുറന്ന് അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, രണ്ട് കരങ്ങളും അല്പം തുറന്ന് കണ്ണടച്ച് അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. പ്രത്യേകിച്ച് ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പാപവാസന നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മേഖല ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ചില പാപപീഡകൾ നമ്മളെ നിരന്തരം പുറകെ വന്ന് പീഡിപ്പിക്കും. ചില പാപവാസനകൾ, ചില ദുശീലങ്ങൾ നിരന്തരം പുറകെ വന്ന് പീഡിപ്പിക്കുന്നുണ്ടാവും. ചിലർക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും. എത്ര കുമ്പസാരിച്ചിട്ടും ഈ പീഡ അങ്ങോട്ട് വിട്ടുമാറുന്നില്ലല്ലോ. ഈ സമയത്ത് ശരീരത്തെ മുഴുവനായി സമർപ്പിക്കുമ്പോൾ ശരീരത്തിലുള്ള ഇപ്രകാരമുള്ള എല്ലാ പാപവാസനകളെയും, ശരീരത്തിലെ എല്ലാ പീഡകളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പീഡകൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഈശോയെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ പാപഗ്രസ്തമായ ശരീരത്തിൻ്റെ മേഖലകളിലും യേശുവേ നിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം അതിശക്തമായിട്ട് വെളിപ്പെടാൻ ആഗ്രഹിക്കുക. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നമ്മുടെ തലയ്ക്കകത്ത് ഒത്തിരി ഇന്നലകളിലെ കൈപ്പേറിയ ചിന്തകൾ കിടപ്പുണ്ടാവും. നന്നായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന ഇന്നലകളിലെ കുറേ അനുഭവങ്ങൾ ചില ആളുകൾ പറഞ്ഞത്,
ചില ഇന്നലകളിലെ തെറ്റായ തീരുമാനങ്ങൾ, ചില അനുഭവങ്ങൾ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ മറ്റുള്ളവരോട് പെരുമാറാൻ പറ്റുന്നില്ല. തലയ്ക്കകത്തുള്ള ഈ മേഖലകളെ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ഈ ശിരസിനെ തിരക്തത്താൽ കഴുകണേ, വിശുദ്ധീകരിക്കണേ. എൻ്റെ ഈ തലയ്ക്കകത്ത് അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ സംഭവിക്കട്ടെ. എൻ്റെ ചിന്തകളെ ഈശോയെ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ കണ്ണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പലപ്പോഴും പല കാര്യങ്ങളും കണ്ട് നമ്മുടെ കണ്ണിന് തിന്മയുടെ ഒരാസക്തി പ്രവേശിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് കാണരുതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വീണ്ടും കാണാൻ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു കൗതുകമുണ്ട്, നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹം വരും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ പലതും അനാവശ്യമായ കാര്യങ്ങൾ കണ്ട് നമ്മുടെ കണ്ണിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നു. ഈ സമയത്ത് ആ കണ്ണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ വചനം കാണാനും വായിക്കാനും വചന ശുശ്രൂഷയോട് ബന്ധപ്പെട്ടും എൻ്റെ ഈ കണ്ണിന് ബലം വേണം. നമ്മുടെ നാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ മറ്റുള്ളവരെ എത്രത്തോളം സങ്കടപ്പെടുത്തുന്നു, ഭാരപ്പെടുത്തുന്നു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊന്നും പറയണ്ട, പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വായിൽ നിന്ന് ചില കാര്യങ്ങൾ വീണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു. ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ നാവിനെ നിയന്ത്രിക്കണമേ. കുറ്റം പറയുന്ന, നുണ പറയുന്ന, ചീത്ത പറയുന്ന, താരതമ്യപ്പെടുത്തുന്ന, എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കുന്ന ആ നാവിനെ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. ശക്തിയും ബലവും വേണം. നമ്മുടെ ചെവികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ കേൾക്കുന്ന ഓരോ കാര്യവും അത്ഭുതകരമായ ദൈവീക ഇടപെടലിന് ഇടവരുത്തട്ടെ. ഞാൻ കേൾക്കുന്ന ഓരോ കാര്യവും എൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇടവരുത്തട്ടെ. കർത്താവെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ ഉള്ളംകാല് വരെ നമ്മുടെ ഓരോ അവയവങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൈകാലുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. കരങ്ങളിങ്ങനെ തുറന്നു പിടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, എന്റെ ശരീരത്തെ പരിപൂർണമായി വിശുദ്ധീകരിക്കണമേ. എന്റെ ശരീരത്തെ പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ശരീരത്തിലെ പാപകരമായ മേഖലകളെ യേശുവേ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തഴക്കദോഷങ്ങളെ, പാപചിന്തകളെ, പാപ സാഹചര്യങ്ങളെ, പാരമ്പര്യമായ തഴക്കദോഷങ്ങളെ, തടസ്സങ്ങളെ യേശുവേ 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 ഈ സമയം തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ അല്പം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. കർത്താവേ, ഈ ശരീരത്തെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ശരീരത്തിന്റെ ഓരോ മേഖലകളെയും ഈശോ ഏറ്റെടുക്കണമേ. ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച്, രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് മനസ്സിലുള്ള എല്ലാ വികാര വിചാരങ്ങളെ സമർപ്പിച്ച്, മനസ്സിലുള്ള എല്ലാ വികാര വിചാരങ്ങളെ സമർപ്പിച്ച്, ഓ ദൈവത്തിൻ്റെ ആത്മാവെ, എൻ്റെ മനസ്സിലുള്ള എല്ലാ വികാര വിചാരങ്ങളിലും ഈ ശുശ്രൂഷ സമയത്ത് വലിയ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കണം. ആഗ്രഹിക്കണം. നിന്റെ ഉള്ളിലുള്ള ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും, മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്.
ജീവിത പങ്കാളി ഓർത്ത് വല്ലാണ്ട് സങ്കടപ്പെടുന്നവരിവിടെയുണ്ട്. സമർപ്പിച്ചുകൊള്ളൂ, നീ വിഷമിക്കേണ്ട. കർത്താവേ, ഈ മനസ്സിൻ്റെ ഭാരത്തിലേക്ക് യേശുവേ, യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേകം വെളിപ്പെടണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ കർത്താവേ ഞങ്ങളിൽ സംഭവിക്കണം. സമർപ്പിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച്, പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സിലെ വികാര വിചാരങ്ങളെ, ആലോചനകളെ, ചിന്തകളെ, ഇന്നലകളിലെ അനുഭവങ്ങളെ ഈശോയെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെറ്റിയിൽ ഒന്ന് കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ഒരു ശുശ്രൂഷ സമയമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇതൊരു ദൈവീകമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഒരു ശുശ്രൂഷ സമയമാണ്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പിക്കുകയും നമ്മൾ ആഗ്രഹിക്കണം, കർത്താവെ, ഒരു പന്തക്കുസ്ത അനുഭവം എനിക്കും വേണം, എൻ്റെ വീട്ടിൽ സംഭവിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവെ കാണപ്പെടുന്ന ഒരു അനുഭവം, ഒരടയാളം എൻ്റെ വീട്ടിൽ സംഭവിക്കണം. ആഗ്രഹിച്ച് നിങ്ങളത് പറയണം. ഇന്ന കാര്യത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. ഇന്ന കാര്യത്തിൽ നിങ്ങൾ പറയണം, വാശി പിടിച്ച് പറയണം. പരിശുദ്ധാത്മാവെ, എനിക്കൊരടയാളം വേണം, ഒരു അടയാളം എൻ്റെ കൺമുമ്പിൽ കാണണം. കർത്താവ്, ഈ ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത വഴികളിൽ കർത്താവെ അങ്ങ് കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം, എന്നെ പഠിപ്പിക്കണം. പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കണം. നിയോഗം സമർപ്പിക്കുക. ചിലപ്പോൾ ചില വ്യക്തികളുടെ പേരായിരിക്കും, മകൻ്റെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ പേരായിരിക്കും. പേര് പറയണം. കർത്താവെ, ഇന്ന കാര്യത്തിൽ, ഇന്ന വിഷയത്തിൽ കർത്താവെ ഒരിടപെടലുണ്ടാവണം. ഒരുപക്ഷെ നീണ്ട നാളായി പ്രാർത്ഥിച്ച് മടുത്തൊരു കാര്യമായിരിക്കും. ഒരുപക്ഷെ വ്യക്തിപരമായ ഒരു ആത്മീയ കാര്യത്തിനായിരിക്കും. ആയിക്കോട്ടെ, സമർപ്പിക്കണം. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന ഒരടയാളം, ഒരത്ഭുതം സംഭവിക്കണം. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു പന്തക്കുസ്ത ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണം. 120ഓളം പേര് 10 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പറന്നിറങ്ങി അതേ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ പോവാണ്. 2 കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി അങ്ങനെ പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എല്ലാവരും പരിശുദ്ധാത്മാവേ, ഒരു പന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ആഗ്രഹിക്കട്ടെ, വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഗ്രഹിക്കണം. യെസ്. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. പഠിക്കേ. ദാഹാർദ്രരായ ഞങ്ങൾ കാത്തിരിപ്പൂ നൽകണമേ വീണ്ടും പന്തക്കുസ്ത. ദാഹാർദ്രരായ ഞങ്ങൾ കാത്തിരിപ്പൂ നൽകണമേ വീണ്ടും പന്തക്കുസ്ത. ആത്മാവേ, റൂഹായേ, നിറയണമേ, എന്നിൽ നിറയണമേ. പാടാം. ആത്മാവേ, റൂഹായേ, ആമേൻ. ആത്മാവേ, റൂഹായേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, റൂഹായേ, നിറയണമേ. കൈകൾ ഉയർത്തി, കൈകൾ അടിച്ച് പാടി നിറയണമേ, എന്നിൽ നിറയണമേ. ആമേൻ.
ആമേൻ. അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ. എന്നിൽ നിറയണമേ. ബലഹീനതയിൽ ബലമായി മാറും പരിശുദ്ധാത്മാവേ. ബലഹീനതയിൽ ബലമായി മാറും പരിശുദ്ധാത്മാവേ. അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. അഗ്നിയായി അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. ആമേൻ. വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നു. സംരക്ഷണ പ്രാർത്ഥനയാണ്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ മനുഷ്യരെ പിശാചിന്റെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ രക്ഷിക്കുവാൻ വരേണമേ. വരണമേ. കർത്താവ് രക്ഷിച്ച കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് നിയുക്തനായിരിക്കുന്നത് അങ്ങു തന്നെയാണല്ലോ. അങ്ങുതന്നെയാണല്ലോ. ആകയാൽ ആകയാൽ ഞങ്ങളുടെ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ പിശാചിനെ അടിമപ്പെടുത്തുവാൻ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ സമാധാനദാതാവായ ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ. സാത്താൻ സാത്താൻ ഒരിക്കലും ഒരിക്കലും മനുഷ്യരെ മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ തിരുസഭയെ ഉപദ്രവിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ കർത്താവിന്റെ കരുണ വേഗം വേഗം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ ഞങ്ങളുടെ യാചനകളെ അത്യുന്നതന്റെ മുമ്പിൽ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ പഴയ സർപ്പവുമായ സാത്താനെയും സാത്താനെയും അവന്റെ കൂട്ടുകാരെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പിടിച്ചുകെട്ടി പാതാളത്തിൽ പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. താഴ്ത്തണമേ. അവൻ ഒരിക്കലും അവനൊരിക്കലും ഞങ്ങളെ ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. 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 ആമേൻ. 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 എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്യും.